രാത്രിയായപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി കേട്ടോ, തട്ടുദോശ കഴിക്കാൻ പോകണമെന്ന്. അങ്ങനെ ഞാൻ എല്ലാവരോടും പറഞ്ഞു നമുക്ക് തട്ടുദോശ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും തട്ടുദോശ വേണ്ട, നീ വേണമെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ വ്യവസ്ഥയിൽ ഞങ്ങൾ തട്ടുദോശ കഴിക്കാൻ പോയതാണ്. അവിടെ ചെന്നപ്പോഴോ എല്ലാവർക്കും ഓരോ സെറ്റ് തട്ടുദോശ വേണം കേട്ടോ. തട്ടുദോശ എല്ലാം കഴിച്ചു. പക്ഷേ അവിടെ ചായ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ബൂസ്റ്റ് ചായ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് വേറൊരു തട്ടുകടി ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അവിടെ ചായ കുടിക്കാൻ പോയതാണ്. അപ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സെറ്റ് ദോശയും കൂടെ വാങ്ങിച്ചു തരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു സെറ്റ് ദോശയും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുവാണേ അവിടെ. അപ്പോൾ ചെറിയൊരു മഴയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയില്ല കേട്ടോ. ഞാനാണെങ്കിൽ കാറിനകത്തിരുന്ന് തന്നെ ആഹാരം കഴിക്കുവാണേ. അപ്പോൾ വിഹാൻകുഞ്ഞാണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കര കരച്ചില്ല കേട്ടോ, പുറത്തോട്ട് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ വിഹാനുമാണെങ്കിൽ കാറിനകത്തിരിക്കുമായിരുന്നു. അപ്പോൾ മഹിയും കണ്ണനുമാണെങ്കിൽ എനിക്കാണെങ്കിൽ തട്ടുദോശയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ആണ് നമ്മൾ തട്ടുദോശയെല്ലാം കഴിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിഹാൻകുഞ്ഞാണെങ്കിൽ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, എനിക്കൊന്നുകൂടെ കറങ്ങാനൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആണ് നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ കാണാം. ബൈ ബൈ, സീ യു.